അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസും അതിക്കൊരു അടിപൊളി ഗ്രേവി ആയിരുന്നു ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ മക്കൾ കുറേ ദിവസമായി എന്ന് പറയണം വെച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, എന്നും ഈ ചോറും തന്നെയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ അവർക്ക് ഫ്രൈഡ് റൈസും ഗ്രേവിയും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്കും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ട് പൈക്ക് ഞാൻ മയോണീസും ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ചട്നിയും മയോണീസും ഉണ്ടാക്കണത് ഞാൻ അതിൽ കാണിക്കണില്ല. ഫ്രൈഡ് റൈസും ഗ്രേവിയും ഉണ്ടാക്കണ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വലിയ മോഡലും കാര്യങ്ങളൊന്നും ഉള്ള അടുക്കള ഒന്നുമല്ല, ഒരു പഴയ അടുക്കളയാണ്. അപ്പോൾ അതിൻ്റേതായ അപാകതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേമാതിരി ഒരു ഇതേമാതിരത്തെ നായിലാണ് ഞങ്ങൾ അരിയൊക്കെ അളന്നെടുക്കൽ. അപ്പോൾ അരി ഒരു നായി എടുത്തത് 1 കിലോൻ്റെ ബസ്മതി റൈസാണ്. അപ്പോൾ അതെടുത്തിട്ട് ഇതേമാതിരി ഒരു കുടുക്കയിൽ വെള്ളം വെച്ചിട്ട് അടുപ്പിലാണ് ഞാൻ അരി വെച്ച് ഊറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുടുക്കയിൽ വെള്ളം വെച്ചിട്ട് അതിൽ ഉപ്പിട്ട് എന്നിട്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ അരി കഴുകി ഊറ്റി വെച്ചത് അതിലിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വേവാൻ വേണ്ടി വെച്ച്. പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് ആവശ്യമായത് ഇതേമാതിരി പച്ചക്കറികളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രോസൺ ആയ പട്ടാണിയാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഇതേമാതിരി എടുത്ത് പിന്നെ അതിക്ക് ആവശ്യമായ പച്ചക്കറികളാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അതായത് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളിത്തൂമ്പ് ഇവയൊക്കെ ഉണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉമ്മ അരിഞ്ഞ് തന്ന്. അപ്പോൾ അതൊക്കെ കൂടി ഞാനൊരു ചട്ടിയിലിട്ടിട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഇതേമാതിരി ഒരു കട്ടിയുള്ള ചട്ടി എടുത്തിട്ട് അതിൽ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊന്ന് ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനൊക്കെ ഒരു വേവാണ്. ഫ്രോസനായ പട്ടാണി ആയതുകൊണ്ട് എല്ലാത്തിനും ഒരു വേവായതുകൊണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഞാൻ അതിക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം എല്ലാത്തിലും ഉപ്പ് ചേർക്കണോണ്ട് ഉപ്പ് കൂടി പോരുത്. അപ്പോൾ ഒരു പാകത്തിന് ആ കൈക്കണക്കിന് നല്ല അളവ് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. പിന്നെ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഞാൻ നന്നായി മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മൂടി വെച്ചാൽ ചിലർ പറയും വെള്ളം ഇറങ്ങും, പക്ഷെ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് വെള്ളം ഇറങ്ങിയിട്ടില്ല. കഴുകി ഊറ്റി അരിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നന്നായി വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. കാരണം ഓവറായിട്ട് വേവാൻ പാടില്ല. ഇത് എന്താണ് പറയുക, നമ്മൾ ഒന്ന് കടിക്കണം. ഫ്രൈഡ് റൈസിൽ ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ കടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ അതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എരിവിന് വേറെ ഒന്നും ചേർക്കില്ല, അപ്പോൾ കുരുമുളക് പൊടി അത്യാവശ്യം ചേർക്കണം. അപ്പോൾ എന്നാലേ ചോറ് നമുക്ക് വെറുതെ തിന്നാനും ഒന്നും കൂട്ടി തിന്നില്ലെങ്കിലും ഈ ചോറ് നമുക്ക് വെറുതെ ഇങ്ങനെ തിന്നാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മക്കൾക്ക് അങ്ങനെ തിന്നാനും ഇഷ്ടമാണ്. പിന്നെ അവർക്ക് കറി ഉണ്ടെങ്കിൽ അങ്ങനെയും തിന്നും, കറി ഇല്ലാതെ അവർ തിന്നും. പിന്നെ ഞാൻ അതിലേക്ക് 3 മുട്ടയാണ് പിന്നെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാൻ പോണത്. അതേമാതിരി ഞാനൊരു സൈഡിലേക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് നമുക്കെല്ലാം റെഡിയാക്കാം. അപ്പോൾ ഇതേമാതിരി ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് അതിൽ കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേമാതിരി ഓയിൽ ഉണ്ട്, അപ്പോൾ ഞാൻ ഒത്തിരി കൂടി ചേർത്തിട്ടാണ് പിന്നെ മുട്ട നന്നായിട്ട് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ സൈഡിൽ തന്നെ ഒഴിക്കണോണ്ട് നമ്മൾ ഇനി വേറെ ഒരു പാത്രം എടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ ഒഴിച്ചിട്ട് നമുക്കത് മുട്ട പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആദ്യം കുറച്ചൊരു ഉപ്പൊക്കെ ഇട്ട് ഇളക്കി എടുക്കണം മുട്ട. എന്നിട്ട് നമ്മൾ ഇതേമാതിരി ഇങ്ങനെ വേവണതിനനുസരിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ മുട്ട ചിക്കിയത് മാതിരി ആയി കിട്ടും. എന്നിട്ട് നമുക്കെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് വേണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ചടക്കുണ്ടാവും, കുറേ ലോങ് ആയിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഞാനത് വിശദമായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഇത്ര ഓവറായിട്ടുള്ളത്. അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവണ്ടേ നമ്മൾ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തൊക്കെയാണ് ചേർത്തതെന്നും എപ്പോഴൊക്കെയാണ് ചേർക്കുന്നതെന്നൊന്നും. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫുള്ള് കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് നമ്മളെ എന്താ പറയുക സോസുകളാണ്. തക്കാളി സോസും പിന്നെ അതേമാതിരി സോയാ സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിൽ നിർബന്ധമായിട്ട് ചേർക്കേണ്ട ഒരു കാര്യമാണ്. അതുണ്ടാകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തോന്നണത്. അങ്ങനെ അത് രണ്ടും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു വലിയ ചെമ്പട്ടിയിലാണ് ഇതൊക്കെ കൂടി യോജിപ്പിക്കാൻ പോണത്. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ആദ്യം കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് വേറെ ഒരു ഓയിലും ഇതിൽ ചേർക്കില്ല, സൺഫ്ലവർ ഓയിലാണ് ചേർക്കുക. അപ്പോൾ അത് കുറച്ച് ചേർത്തിട്ട് അതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ച കൂട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച അരി ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇങ്ങനെ അരിയല്ല ചോറ് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക.
പിന്നെ ഇത് വേവേറരുത്. ചോറ് വേവേറിയാൽ ഇത് ഭയങ്കരമായിട്ട് ഇതാവും. അപ്പോൾ നല്ല പാകത്തെ വേവിൽ തന്നെ ഊറ്റി വെക്കുക. പിന്നെ ഇരുന്ന് ഒന്നും കൂടി ആവുമല്ലോ. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്കൊരു വേവ് അറിയുണ്ടാവില്ല, അതിനനുസരിച്ച് ഊറ്റിയെടുത്തിട്ട് അതാ ചോറ് റെഡിയായി. ഇനി ഞാൻ ഇതേമാതിരി കഴുകി വെച്ച ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഒത്തിരി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിത് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഗ്രേവിക്കുള്ളതാണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഇതേമാതിരി അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ കുറച്ച് വലുപ്പത്തിൽ അരിയണം ഉള്ളി. ഗ്രേവിക്ക് അത്യാവശ്യം അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം മൂടി വെച്ച് വഴറ്റിയെടുത്തതിന് ശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കും നമ്മൾ സോസുകൾ ചേർക്കണം. തക്കാളി സോസും സോയാ സോസും ഓരോ ടീസ്പൂണ് വീതം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ ഈ ഗ്രേവി കുറച്ച് തിക്നെസ് ആവുള്ളൂ, പിന്നെ ടേസ്റ്റും ഉണ്ടാവും. ഓവറായിട്ട് ചേർക്കണ്ട, ഓരോ സ്പൂണായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമായത് കോൺഫ്ലവർ പൊടി ഇല്ലേ, അതെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ 2 ടീസ്പൂൺ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയോ അതോ സാധാ മുളക് പൊടിയോ ഏതായാലും വേണ്ടിയില്ല. ഓവർ ഇടണ്ട, കുറച്ച് ഒരു അത്യാവശ്യത്തിനുള്ള ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിട്ടിട്ട് ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. എന്നിട്ട് ആ മിക്സാണ് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ആ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിക്കോട്ടെ, ഗ്രേവി അല്ലേ. അപ്പോൾ നമ്മൾ ആ ചിക്കന് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ പിന്നെ ആ മിക്സും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചേർക്കണത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ ഗ്രേവിയും ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്.